കുറച്ച് ക്വസ്റ്റ്യൻ MCQ ആണ്. അപ്പൊ ഇതിനകത്ത് കുറെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന പോലെ തോന്നും. അപ്പൊ അതിന്റെ കാരണം എന്ന് പറയുന്നത് ഇത് പല ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്ത ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നിലവിൽ നടന്നിട്ടുള്ള പല PSC ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും എടുത്ത ക്വസ്റ്റ്യൻസ് ആണ് ഇന്നോടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. അലുമിനിയം സിലിണ്ടർ ബ്ലോക്സ് റിക്വയർഡ്. ഇത് 106/2007 എന്ന് പറയുന്ന ഒരു എക്സാമിൽ ചോദിച്ചതാണ്. നോ ലൈനേഴ്സ്, അലുമിനിയം ലൈനേഴ്സ്, ബ്രാസ് ലൈനേഴ്സ്, കാസ്റ്റ് അയൺ ലൈനേഴ്സ്. ഇതിൽ ഏതാണ് ആൻസർ? കാസ്റ്റ് അയൺ ലൈനേഴ്സ്. അതിൽ ആൻസർ വരുന്നത് കാസ്റ്റ് അയൺ ലൈനേഴ്സ് ആണ്. കാരണം അലുമിനിയം നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഈ ലൈനർ ആയിട്ട്, അപ്പൊ ലൈനർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ ഒരു ഭാഗം ഇവിടെ വേറൊരു കളറിൽ നമുക്ക് ഇങ്ങനെ കാണുന്ന ഈ ഒരു പോർഷനാണ് ലൈനർ എന്ന് പറയുന്നത്. ഈ ലൈനർ നമുക്ക് തേയ്മാനം വന്നു കഴിഞ്ഞാൽ അത് മാറ്റാം, പുതിയ ലൈനർ ഫിക്സ് ചെയ്യാം, അങ്ങനെയൊക്കെ പറ്റും. എന്തുകൊണ്ടാണ് നമ്മൾ ഈ ലൈനർ യൂസ് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് ഈ ലൈനർ യൂസ് ചെയ്യുന്നത്? ലൈനർ മാത്രം മാറ്റി കളയാനായിട്ട്. അതെ, വിയർ ആൻഡ് ടിയർ ആണ് മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് പറയുന്നത്. കാരണം വിയർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ എൻറ്റയർ ബ്ലോക്ക് എന്ന് പറയുന്നത് മാറ്റുന്നത് പോസിബിൾ അല്ല, വളരെ ചിലവേറിയൊരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ലൈനർ, ഈ ഒരു പോർഷൻ മാത്രം എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മാറ്റി പുതിയൊരു പോർഷൻ വെക്കാം. അപ്പൊ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അപ്പൊ അതുകൊണ്ടാണ് ലൈനേഴ്സ് സാധാരണ ഉപയോഗിക്കുന്നത്. സോ ഇതൊരു PSC ക്വസ്റ്റ്യൻ ആണ്. 106/2007 അതാണ് ചോദിച്ച ക്വസ്റ്റ്യൻ. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇതിൽ ഈ ഒരു ആൻസർ നോട്ട് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ഈ ഒരു ഓപ്ഷൻസ് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ചിലപ്പോൾ ഓപ്ഷൻസ് വഴിയാണ് നമുക്ക് തെറ്റുകൾ സംഭവിക്കുക. നമ്മൾ ഭയങ്കര സിമ്പിൾ ആണെന്ന് വിചാരിച്ച് പോകുന്ന സാധനം ചിലപ്പോൾ വളരെ സിമ്പിളായിട്ട് തെറ്റി നമ്മളിങ്ങോട്ട് ഇറങ്ങിപ്പോരും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ഓപ്ഷൻസ് നല്ല രീതിയിൽ തന്നെ നോക്കി മനസ്സിലാക്കുക. ഒരു ക്വസ്റ്റ്യനും സിമ്പിൾ ആണെന്ന് വിചാരിക്കരുത്. അതിന്റെ ആ ഒരു ഇമ്പോർട്ടൻസ് കണ്ട് തന്നെ ഓരോ സിമ്പിൾ ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യണം, വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കണം. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. സിലിണ്ടർ ബ്ലോക്ക് ടോപ്പ് ഈസ് കവേർഡ് വിത്ത് സിലിണ്ടർ ലൈനർ, ക്രാങ്ക് ഷാഫ്റ്റ്, പിസ്റ്റൺ, സിലിണ്ടർ ഹെഡ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സിലിണ്ടർ ഹെഡ് ആണ് ഇതിന്റെ ഒരു പോർഷൻ എന്ന് പറയുന്നത്. സോ ഒരു എഞ്ചിന്റെ ബേസിക് ആയിട്ടുള്ള ഭാഗങ്ങൾ ഏതൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ പറയാൻ പറ്റും? ഒരു എഞ്ചിന്റെ ബേസിക് പോർഷൻസ് ഏതൊക്കെയാണ്? ഹെഡ്, ബ്ലോക്ക്, സമ്പ്. അത് മതിയോ? പിന്നെ പിസ്റ്റൺ, കണക്ഷൻ റോഡ്, ക്രാങ്ക് ഷാഫ്റ്റ്. ഹെഡ്, ബ്ലോക്ക്, ക്രാങ്ക് കേസ്. ഹെഡ് ഈ പോർഷൻ, ബ്ലോക്ക് ഈ ഒരു പോർഷൻ, ഇതിനാണ് ബ്ലോക്ക് എന്ന് പറയുക. ഈ ഒരു ഭാഗം, അത് കഴിഞ്ഞ് കാണുന്ന ഈ ഒരു പോർഷനാണ് നമ്മൾ ക്രാങ്ക് കേസ് എന്ന് പറയാം. ഇത് കഴിഞ്ഞ് കാണുന്ന ഭാഗമാണ് സമ്പ്, താഴെ വരുന്ന ഭാഗമാണ് സമ്പ്. സോ ബേസിക്കലി ഒരു എഞ്ചിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, ബേസിക് പാർട്സുകൾ ഏതൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹെഡ്, ബ്ലോക്ക്, ക്രാങ്ക് കേസ്, അതുപോലെ തന്നെ സമ്പ്. സമ്പ് ഈസ് ആൾസോ കോൾഡ് ആസ്, സമ്പിനെ പറയുന്ന മറ്റൊരു പേര് ചോദിച്ചിട്ടുള്ളതാണ്. സമ്പിന് നമുക്ക് വേറൊരു പേരിലൂടെ പറയാൻ പറ്റും. എന്താ അറിയോ? പാൻ, ഓയിൽ പാൻ. സമ്പിനെ നമ്മൾ ഓയിൽ പാൻ എന്നൂടെ പറയും. ഓയിൽ പാനില് ഇപ്പോ സമ്പ് എടുത്തു കഴിഞ്ഞാൽ, ഇപ്പൊ സമ്പ് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ സമ്പിൽ നമുക്ക് ബാഫിൾ പ്ലേറ്റുകൾ ഉണ്ടായിരിക്കും. ഉള്ളില് ബാഫിൾ പ്ലേറ്റ് ഉണ്ടാവും. അതെന്തിനു വേണ്ടിയിട്ടാ? എന്താണ് അതിനൊരു കറക്റ്റ് ഒരു വേർഡ് പറയും? ഡിഫ്ലക്ഷൻ അല്ല. അടുത്തൊരു അതിന്റെയാണ് അതിന്റെ ഒരു ഓപ്ഷനിൽ വന്നത് വേറൊരു രീതിയിലായിരുന്നു. എന്താ ഓർമ്മ ഉണ്ടോ? ഓപ്ഷനിൽ വേറെ ഒരു രീതിയിലാണ് ചോദിച്ചത്. സ്ലഷിങ് എന്നുള്ള രീതിയിൽ ചോദിച്ചായിരുന്നു. ഈ തുളുമ്പുന്ന ഒരവസ്ഥ, ഇങ്ങനെ ഓയിൽ ഇങ്ങനെ തുളുമ്പി പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ബാഫിൾ പ്ലേറ്റ് യൂസ് ചെയ്യും. പിന്നെ ഈ ബാഫിൾ പ്ലേറ്റിന്റെ അടിഭാഗത്ത് ഇങ്ങനെ ഹോൾ ഉണ്ടായിരിക്കും. കാരണം ഒരേ ലെവലിൽ ഓയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഹോൾ ഉണ്ടായിരിക്കും. സോ ബേസിക് പാർട്സിൽ വരുന്ന ഒരു ഭാഗമാണ് സിലിണ്ടർ ഹെഡ് എന്ന് പറയുന്നത്. സിലിണ്ടർ ഹെഡിൽ എന്തൊക്കെ വരാറുണ്ട്? സിലിണ്ടർ ഹെഡിൽ
എന്തൊക്കെ വരാറുണ്ട്? വാൽസ്, അതെ, വാൽവ് മെക്കാനിസം വരാറുണ്ട് അല്ലെ, വാൽവ്സ് വരാറുണ്ട്. അപ്പൊ അത് ഏത് തരം വാൽവ് മെക്കാനിസം ആകുമ്പോഴാണ് സിലിണ്ടർ ഹെഡിൽ വരിക? ഓവർഹെഡ് വാൽവ്. അതെ, ഓവർ ഹെഡ് വാൽവ് മെക്കാനിസം ആകുമ്പോഴാണ് സിലിണ്ടർ ഹെഡിൽ വരിക. അപ്പൊ വാൽവ് ഈ രീതിയിൽ നിൽക്കും, ഇങ്ങനെ നിൽക്കുക, ഇതിന്റെ മേലെ ഇങ്ങനെ നിൽക്കും. ഇതിന്റെ മേലെ വാൽവ് സ്പ്രിങ് വരും, ലോക്ക് നെറ്റ് വരും, ഇവിടെ വാൽവ് ലോക്ക് വരും. അപ്പൊ ഇതില് ഇങ്ങനെ ഒരു പോർഷൻ വരും മേലെ. ഇതിനെന്താ നമ്മൾ പറയാ? ദിസ് ഇസ് കോൾഡ് റോക്കറാം. റോക്കറാം കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഒരു പോർഷൻ വരും. എന്താ പറയാ? പുഷ് റോഡാണോ പുൾ റോഡാണോ? പുഷ് റോഡ്. പുഷ് റോഡ് അല്ലെ. പിന്നെ താഴെ വരുന്നതോ? ടാപ്പറ്റ്. ഓക്കെ. അതിനുശേഷം ക്യാം വരും. ക്യാം. അപ്പൊ ഈ ഒരു മെക്കാനിസം എന്ന് പറയുന്നത് ഹെഡിന്റെ ഭാഗത്തായിട്ട് വരും, ഹെഡിലേക്ക് വരും ഈ ഒരു മെക്കാനിസം. അപ്പൊ ഹെഡ് എന്ന് പറയുന്നത് കമ്പഷൻ ചേംബർ ഹെഡിൽ വരുന്നുണ്ടോ? കമ്പഷൻ ചേംബർ ഹെഡിൽ വരുമോ? CC കമ്പഷൻ ചേംബർ ഇൻക്ലൂഡഡ് ആണ്. അതെ, ഇൻക്ലൂഡഡ് ആണ്. ഹെഡിന്റെ ഈ താഴ്ഭാഗം നോക്കി കഴിഞ്ഞാൽ അവിടെ ചെറിയൊരു പ്രൊജക്ഷൻ ഉണ്ടായിരിക്കും, ഒരു കുഴി പോലെ ഒരു ഭാഗം ഉണ്ടായിരിക്കും. അതിനെ നമ്മൾ കമ്പഷൻ ചേംബർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അപ്പൊ കമ്പഷൻ ചേംബറിന്റെ ഒരു പോർഷൻ എന്ന് പറയുന്നത് ഹെഡിന്റെ അടിഭാഗത്ത് വരും. ഹെഡിന്റെയും ഈ ഒരു ബ്ലോക്കിന്റെ ഇടയിൽ വരുന്നതാണ് ഗ്യാസ്കറ്റ്. ഗ്യാസ്കറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഇതിനു വേണ്ടിട്ട് ലീക്ക് പ്രൂഫ് ജോയിന്റ്. അതെ, ഇത് ലീക്ക് പ്രൂഫ് ജോയിന്റിന് വേണ്ടിയിട്ടാണ് ഗ്യാസ്കറ്റ് നിലവിൽ യൂസ് ചെയ്യുന്നത്. അപ്പൊ അത്രയും കാര്യങ്ങൾ ഇവിടെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. സിലിണ്ടർ ബ്ലോക്ക് കൺസ്ട്രക്ഷൻ ബൈ മോണോ ബ്ലോക്ക് ഈസ് പ്രിഫേർഡ് ടു ഇൻഡിവിജ്വൽ സിലിണ്ടർ കൺസ്ട്രക്ഷൻ ബിക്കോസ് ഓഫ് കോമ്പാക്ട് എഞ്ചിൻ സൈസ്, ഈസി മാനുഫാക്ചറിങ് ഓപ്പറേഷൻ, ബെറ്റർ വാട്ടർ സീൽഡ് ജോയിന്റ്, ഓൾ ഓഫ് ദി എബോവ്. ഈ മോണോ ബ്ലോക്ക് ആയിട്ട് നമ്മൾ സിലിണ്ടർ ബ്ലോക്കുകൾ നിർമ്മിക്കുന്നതിന്റെ ഉദ്ദേശം? അതെ, ഓൾ ഓഫ് ദി എബോവ് ആണ്. ഈ മോണോ ബ്ലോക്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പല ആൾക്കാർക്ക് ഒരു സംശയം ഉണ്ടാവാറുണ്ട്. മോണോ ബ്ലോക്ക് പറയുമ്പോൾ അതിൽ തന്നെ ഈ ഒരു സമ്പും അതുപോലെ തന്നെ ഇതിന്റെ മേലെ വരുന്ന ഹെഡും വരുമെന്ന്. അങ്ങനെ വരില്ല കേട്ടോ. സമ്പും ഹെഡും വേറെ തന്നെ ആയിരിക്കും. മോണോ ബ്ലോക്ക് ആയിട്ട് വരല് ഈ ബ്ലോക്ക് പോർഷനും അതുപോലെ തന്നെ ഈ ക്രാങ്ക് കേസ് പോർഷനാണ്. ഇത്രയും ഭാഗം. ചില സമയത്ത് നമ്മൾ ബ്ലോക്ക് ഒരു പോർഷനായിട്ടും അതിലേക്ക് പിന്നെ നമ്മൾ ക്രാങ്ക് കേസ് വേറൊരു ഭാഗമായിട്ടും എന്ത് ചെയ്യും, ബോൾട്ട് ചെയ്യാറുണ്ട്, ബോൾട്ട് ചെയ്ത് ഇതാക്കാറുണ്ട്. അപ്പൊ അത് മോണോ ബ്ലോക്ക് അല്ല, അത് ഇൻഡിവിജ്വൽ ആണ്. അപ്പൊ അങ്ങനെ വരുന്നതിനേക്കാൾ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് വരുന്നത് മോണോ ബ്ലോക്ക് കൺസ്ട്രക്ഷൻ ആണ്. അപ്പൊ മോണോ ബ്ലോക്ക് കൺസ്ട്രക്ഷൻ കാരണം നമുക്ക് കോമ്പാക്ട് എഞ്ചിൻ സൈസ് നമുക്ക് കോമ്പാക്ട് ചെയ്യാൻ പറ്റും. കുറയ്ക്കുക എന്നുള്ളതല്ല, ഒരു ഒതുക്കുണ്ടായിരിക്കും എഞ്ചിന്, ഒരു ഒതുക്കം വന്ന രീതിയിലായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഈസി മാനുഫാക്ചറിങ് ഓപ്പറേഷൻ, അതായത് രണ്ട് പാർട്ടായിട്ടല്ല ഉണ്ടാക്കുന്നത്, ഒറ്റ പാർട്ടായിട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ മാനുഫാക്ചറിങ് ഈസി ആണെന്നാണ് പറയുന്നത്. ബെറ്റർ വാട്ടർ സീൽഡ് ജോയിന്റ്, കാരണം ഇതിലൂടെ എന്തുണ്ടായിരിക്കും, വാട്ടർ ജാക്കറ്റ് ഒരു കണക്ഷൻ ഇതിലൂടെ പോകുന്നുണ്ടായിരിക്കും. സോ ഓട്ടോമാറ്റിക്കലി ഇപ്പൊ നമുക്കിവിടെ നോക്കിയാൽ കാണാൻ പറ്റും കുറെ ഹോളുകൾ. അപ്പൊ അതിലൂടെ വാട്ടർ ഈ ബ്ലോക്കിലൂടെ കയറി താഴേക്ക് വന്ന് വീണ്ടും റീസർക്കുലേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. സോ ബ്ലോക്കും ക്രാങ്കേസും ഒരൊറ്റ കണക്ഷനിൽ വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് നിലവിൽ ആ ഒരു ലീക്കേജ് എന്ന് പറയുന്ന ആ ഒരു പ്രശ്നം നിലവിൽ അവിടെ ഉണ്ടാവില്ല. സോ അതാണ്. അപ്പൊ മോണോ ബ്ലോക്ക് എന്ന് പറയുന്ന ഇത് ഇപ്പൊ അടുത്തൊരു എക്സാമിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ക്വസ്റ്റ്യൻ ഏതാന്നുള്ള ഓർമ്മ കിട്ടുന്നില്ല. ഈ മോണോ ബ്ലോക്ക് എന്ന് പറയുമ്പോൾ ക്രാങ്ക് കേസും അതുപോലെ തന്നെ ഈ ഒരു ബ്ലോക്കും കൂടെ ഒരുമിച്ച് വരുന്ന ആ ഒരു കൺസ്ട്രക്ഷനെ പറയുന്നതാണ്. സോ അതുവഴി ഉണ്ടാവുന്ന കുറച്ച് അഡ്വാൻറ്റേജസ് ആണ് ഈ ഒരു 3 പോയിന്റ്സുകൾ. സോ ആ 3 പോയിന്റ്സ് ശരിയായ രീതിയിൽ മനസ്സിലാക്കി വെക്കുക. ചിലപ്പോൾ അതൊരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഉള്ള രീതിയിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചു മറിച്ചൊക്കെ ചോദിക്കാൻ സാധ്യതകളുണ്ട് കൺസ്ട്രക്ഷന്റെ ഭാഗത്ത് നിന്ന്. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ദ മെറ്റീരിയൽസ് യൂസ്ഡ് ഫോർ സിലിണ്ടർ ബ്ലോക്ക് ആർ കാസ്റ്റ് അയൺ ആൻഡ് സ്റ്റീൽ, കാസ്റ്റ് അയൺ ആൻഡ് അലുമിനിയം, സ്റ്റീൽ ആൻഡ് അലുമിനിയം അലോയ്, ബ്രാസ് ആൻഡ് സ്റ്റീൽ. കാസ്റ്റ് അയൺ ആൻഡ് അലുമിനിയം അലോയ്. അതെ, അലോയി ആണ്. കാസ്റ്റ് അയണും അതുപോലെ തന്നെ അലുമിനിയത്തിന്റെ അലോയി ആണ്. അപ്പൊ ഇതില് ഒരു ചോദ്യം ചോദിക്കണ്ടേ, കാസ്റ്റ് അയണിന്റെ മെൽറ്റിംഗ് പോയിന്റ് എത്രയാണ്? കാസ്റ്റ് അയണിന്റെ
മെൽറ്റിംഗ് പോയിന്റ്? എത്ര അറിയോ? 1200. അതെ 1204 അല്ലേ? അലുമിനിയത്തിന്റെ എത്രയാ? 900. 900 അല്ല. 800 ആണ്. 800. അല്ല അലുമിനിയത്തിൻ്റെത് സാധാരണ ചോദിക്കുന്ന ക്വസ്റ്റ്യനാ. കോപ്പറിന്റെ ചോദിക്കാറുണ്ട്, കാസ്റ്റേൺ ചോദിക്കാറുണ്ട്, അലുമിനിയം ചോദിക്കാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കയറി വരുന്ന ക്വസ്റ്റ്യൻസാ. അലുമിനിയത്തിന്റെ 660 അല്ലെങ്കിൽ 599 അല്ല 659 ഡിഗ്രി സെൽഷ്യസ് ഇങ്ങനെ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ 660 ഈ രണ്ടും വരാറുണ്ട്. ഈ രണ്ട് ഓപ്ഷനും PSC വരാറുണ്ട്. മുമ്പ് എക്സാം എഴുതിയ ആൾക്കാർക്ക് അറിയുണ്ടാവും. ഈ രണ്ടും ചോദിച്ചിട്ടുള്ളതാണ്. ഒന്നെങ്കിൽ 660 ഡിഗ്രി സെൽഷ്യസ് എന്നുള്ള രീതിയിൽ ചോദിക്കും, ഒന്നെങ്കിൽ 659 എന്നുള്ള 1 ഡിഗ്രി കുറഞ്ഞിട്ട് ഉള്ള രീതിയിൽ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ കോപ്പറിന്റെ എത്രയാ? കോപ്പർ ഒരുപാട് എക്സാമിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ മതി. പല ടെക്നിക്കൽ PSCയിലും ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് കോപ്പർ. 1083 ആയിട്ടാണ് സാധാരണ PSC പറയാറുള്ളത്. നമ്മൾ ഗൂഗിളൊക്കെ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് 1085 കാണാൻ പറ്റും. 85 ഡിഗ്രി എന്നുള്ള രീതിയിൽ. PSCയിൽ 1083 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞിട്ട് വരാറുണ്ട്, ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സോ ഇത് മെറ്റീരിയൽ പഠിക്കുന്നതിന്റെ കൂടെ തന്നെ മെറ്റീരിയലിന്റെ അതിന്റെ മെൽറ്റിംഗ് പോയിന്റും ഒക്കെ ഒന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. കാരണം ചിലപ്പോൾ നമ്മൾ അതിൽ സ്റ്റക്ക് ചെയ്തു പോകും. കാരണം സിമ്പിൾ ആയിരിക്കും, പക്ഷെ നമ്മൾ ചിലപ്പോൾ നമുക്ക് ഭയങ്കര പിന്നെ നിരാശ വരും എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത്. അതൊന്ന് നോക്കിയാൽ മതിയായിരുന്നു എന്നുള്ളൊരു അവസ്ഥ പല സമയത്തും ഉണ്ടാവാറുണ്ട്. അപ്പോൾ നേരെ ഇത് പഠിച്ചു വെക്കുന്നതിന്റെ കൂടെ തന്നെ മറ്റു മെറ്റീരിയലിന്റെ ഒക്കെ ഒരു മെൽറ്റിംഗ് പോയിന്റുകളൊന്ന് ചാർട്ട് ചെയ്യുകയെ അത് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു വെക്കുക, ഒരു ചുമരിലൊക്കെ ഒന്ന് ഒട്ടിച്ചു വെച്ചിട്ട് എല്ലാ ദിവസവും ജസ്റ്റ് ഒന്ന് നോക്കുകയൊക്കെ ചെയ്താൽ മതി. കാരണം ഇങ്ങനെ തന്നെ ഇപ്പൊ 660, 670, 690 അങ്ങനെയൊക്കെ ഒരു 4 ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ടോട്ടലി കൺഫ്യൂഷൻ ആയി പോകും ഈ സാധനം. അതുപോലെ തന്നെ ഈ 1083 ഉള്ളത് 1063, 53 എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കൺഫ്യൂഷൻ വരും. നമുക്ക് പിന്നെ ടെൻഷനായി പോകും ഏതാണ് കറക്റ്റ്. അപ്പൊ എല്ലാ ദിവസവും ജസ്റ്റ് ഒന്ന് നോക്കുന്നത് നന്നായിരിക്കും. ഒന്ന് ചെറിയൊരു ചാർട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് വെച്ച് നോക്കിയാൽ മതി. ഇവിടെ പറയുന്നുണ്ട് സിലിണ്ടർ ബ്ലോക്സ് ആർ നോർമലി മെയ്ഡ് ഓഫ് കാസ്റ്റ് അയൺ ഓർ അലുമിനിയം. ഇത് രണ്ടുമാണ് സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്നത്. അലുമിനിയം യൂസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് വളരെ കുറയും. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, അതിന്റെ വിയർ ആൻഡ് ടിയർ ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കാസ്റ്റ് അയണിന്റെ ലൈനറുകളും യൂസ് ചെയ്യാറുണ്ട്. അതേ സമയത്ത് സ്ട്രെങ്ത്തിന്റെ കേസിലൊന്നും യാതൊരു വിഷയങ്ങളും വരില്ല, അത്യാവശ്യം സ്ട്രെങ്ത് ഒക്കെ ഉണ്ടായിരിക്കും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ സിലിണ്ടർ ബ്ലോക്ക് ഓഫ് ഹെവി എഞ്ചിൻ ഈസ് മെയ്ഡ് ഓഫ് ഹൈ കാർബൺ സ്റ്റീല്, നിക്കൽ ഓർ ക്രോം സ്റ്റീല്, കാസ്റ്റ് അയൺ, മീഡിയം കാർബൺ സ്റ്റീല്. ഹെവിയുടെ കേസിൽ വന്നു കഴിഞ്ഞാൽ, ഹെവി എഞ്ചിന്റെ കേസിൽ വന്നു കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട, കാസ്റ്റ് അയൺ തന്നെയാണ്. സാധാരണ കാസ്റ്റ് അയൺ തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത്. മോസ്റ്റ് എഞ്ചിൻ സിലിണ്ടർ വാൾസ് ആർ ഡിസൈൻഡ് വിത്ത് കാസ്റ്റ് അയൺ ആസ് ഇറ്റ് ഹാസ് ലോവർ വിയറിംഗ് ക്വാളിറ്റീസ്. കാസ്റ്റ് അയണിന് നമ്മൾ ഈ ലെയ്ത്ത് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ബെഡൊക്കെ കാസ്റ്റ് അയൺ ഉണ്ടായിരിക്കും. അതിന്റെ കാരണം എന്താ? ലെയ്ത്ത് ബെഡൊക്കെ നോക്കി കഴിഞ്ഞാൽ വേർ ആൻഡ് ടയർ ഇല്ല. വേർ ആൻഡ് ടയർ കുറവാ, ഇതാവും. വേറെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടോ? ലെയ്ത്തിന്റെ ഒക്കെ ബെഡ് നോക്കി കഴിഞ്ഞാല് ഇതിനൊരു ഗുഡ് ഷോക്ക് അബ്സോർബിങ് കപ്പാസിറ്റി ഉണ്ട് അല്ലേ? കാരണം കാസ്റ്റ് അയൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടിലാണോ വെച്ച് കഴിഞ്ഞാൽ കാസ്റ്റ് അയൺ ബ്രിട്ടിലാണ്, പെട്ടെന്ന് പൊട്ടിപ്പോകും. പക്ഷെ അതിനെന്ത് ചെയ്യാൻ പറ്റും, ഭയങ്കരമായിട്ട് അതിന് ഇപ്പൊ അതിന്റെ മേലെ നമ്മളൊരു 10-100 സിമെന്റ് ചാക്ക് കൊണ്ടുപോയി ഇട്ടാലും അത് പൊട്ടൂല. കാരണം അതിന് ആ സ്ട്രെങ്ത് ഉണ്ട്, അത് പിടിച്ചു നിർത്താനുള്ള സ്ട്രെങ്ത് ഉണ്ട്. അതുപോലെ തന്നെ ഗ്രാഫൈറ്റ് ഫോം ചെയ്യണോണ്ട് തന്നെ അതിനെന്തിനുണ്ട്, കപ്പാസിറ്റി ഉണ്ട്, ഒരു സെൽഫ് ലൂബ്രിക്കേഷൻ ഉള്ള കപ്പാസിറ്റി ഉണ്ടാവും അല്ലേ?
അതറിയില്ലേ? അതെ അതെ അതെ. ഇതിന്റെ കേസിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കണം. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അതിലേക്ക് പോകുന്നില്ല, ജസ്റ്റ് ഓരോ പോയിന്റ് പറഞ്ഞിങ്ങനെ പോകണമെന്നുള്ളൂ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും ഇത് സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പോയിന്റ് വെച്ചിട്ട് നിങ്ങൾ പിന്നീട് എന്ത് ചെയ്യുക, റെഫർ ചെയ്ത് പഠിക്കുക. അപ്പൊ കാസ്റ്റ് അയണിന് അങ്ങനെയുള്ള കപ്പാസിറ്റികൾ ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് കാസ്റ്റ് അയൺ കൂടുതലായിട്ട് നമ്മൾ എഡ്ജിന്റെ കേസിലൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പൊ അതിൽ വിയർ ആൻഡ് ടിയർ എന്നുള്ള ഒരൊറ്റ പോയിന്റിൽ സ്റ്റെക്ക് ചെയ്ത് നിൽക്കരുത്. ബാക്കിയുള്ള പോയിന്റ്സുകളും അപ്പൊ കാസ്റ്റ് അയൺ എന്ന് പറയുന്ന ആ ഒരു മെറ്റീരിയലിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അതിലേക്ക് പോകാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒന്ന് പഠിച്ചെടുക്കാൻ ശ്രമിക്കണം. അത് ഒരു വട്ടം വായിച്ചു നോക്കുക അല്ലെങ്കിൽ എഴുതി നോക്കിയാൽ പോരാ, ഒരു 10ഓ 15ഓ പ്രാവശ്യം അതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് നോക്കേണ്ടി വരും. അപ്പോഴേ അത് പഠിക്കുള്ളൂ. ഇപ്പൊ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞാലും അത് നിങ്ങളത് മറന്നുപോകും. നിങ്ങൾ തന്നെ എഴുതി എന്ത് ചെയ്യണം, അത് ശ്രമിക്കണം. അത് അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാർപേജ് ഓഫ് മെഷീൻഡ് ഫേസസ് ഓഫ് സിലിണ്ടർ ബ്ലോക്ക് ആൻഡ് സിലിണ്ടർ ഹെഡ് ക്യാൻ ബി ചെക്ക്ഡ് വിത്ത് 2015 ചോദിച്ചാണ്. ഡയൽ ഗേജ്, ടെലസ്കോപ്പിക് ഗേജ്, സ്ട്രൈറ്റ് എഡ്ജ്, ട്രാമൽ. ഇതില് സ്ട്രൈറ്റ് എഡ്ജ് ഇത് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആട്ടോ. ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണിത്, ചോദിക്കാൻ സാധ്യതയുണ്ട്. സ്ട്രൈറ്റ് എഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് സാധനം, ഈ ഹെഡിന്റെ മേലെ വെച്ച് ഇരിക്കുന്നത് കാണാൻ പറ്റും. അതുപോലെ തന്നെ അത് വെക്കുന്ന പ്രോസസ്സും നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ABCD എന്ന് പറഞ്ഞിട്ട് ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളിങ്ങനെ ഡയഗണലായിട്ട് വെക്കും. അതുപോലെ തന്നെ 1, 2, 3 ഭാഗത്ത് ഇങ്ങനെയും വെക്കും. അതായത് ഇങ്ങനെ ഹെഡ് ഇങ്ങനെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഡയഗണലായിട്ട് വെക്കാം, നോക്കാം. പിന്നെ ഇങ്ങനെ 1, 2, 3 അത് എഞ്ചിന്റെ അക്കോർഡിംഗ് ടു ദ സൈസ് ഓഫ് ദ എഞ്ചിൻ. ഇപ്പോൾ 6 സിലിണ്ടർ ഉള്ള എഞ്ചിൻ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ വെച്ച് നോക്കും. അപ്പൊ ഇതിനിടയിൽ എന്ത് ചെയ്യും, ഇതിനിടയിൽ ഒരു ടൂൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇതെന്താണ്? മെഷറിംഗ് ടൂള്. അതെന്താണ്? ഫീലർ ഗേജ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഫീലർ ഗേജ് പറയുമ്പോൾ ബ്ലേഡുകൾ പോലെ കുറെ ഇങ്ങനെ ബ്ലേഡ്സ് ഉണ്ടായിരിക്കും ബ്ലേഡിന്റെ കനത്തിൽ, പല കനത്തിലായിട്ട്. അപ്പൊ അത് നമുക്ക് ഇതിനിടയിലൂടെ ഇങ്ങനെ കടത്തി വിട്ട് നോക്കി കഴിഞ്ഞാൽ അധികം ടൈറ്റ് ആവാനും പാടില്ല, എന്നാൽ അധികം ലൂസ് ആവാനും പാടില്ല. ആ രീതിയിൽ ഇങ്ങനെ കയറി ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ക്ലിയറൻസ് ആണ് അതിനിടയിൽ വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അങ്ങനെയാണ് ആ ഒരു വാർപേജ് എന്ന് പറയുന്ന, ആ ഫേസിൽ വരുന്ന ആ ഒരു വാർപേജ് എന്ന് പറയുന്നത് നമ്മൾ കണക്കാക്കുന്നത്. അപ്പൊ ഇത് നിലവിൽ പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ അതൊന്ന് മനസ്സിലാക്കി വെക്കുക. സ്ട്രൈറ്റ് എഡ്ജ് എന്ന് പറയുന്ന സാധനമാണ് അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ആ ഒരു ടൂളിന്റെ പേരാണ്. യൂസിങ് എ ഗുഡ് സ്ട്രൈറ്റ് എഡ്ജ് ആൻഡ് ഫീലർ ഗേജ് ചെക്ക് ബോത്ത് സിലിണ്ടർ ഹെഡ് ആൻഡ് ബ്ലോക്ക് ഫോർ വാർപേജ് ആൻഡ് ഫ്ലാറ്റ്നെസ്. ഈ ഒരു രീതിയിലും ചോദിക്കാറുണ്ട്. ഫ്ലാറ്റ്നെസ് ചെക്ക് ചെയ്യാൻ ഏത് ടൂളാണ് യൂസ് ചെയ്യാറുള്ളത് എന്നുള്ള രീതിയിലും ചോദിക്കാറുണ്ട്. ഫ്ലാറ്റ്നെസ് ചെക്ക് ചെയ്യാൻ അപ്പോഴും സ്ട്രൈറ്റ് എഡ്ജ് എന്നുള്ള ഉത്തരം തന്നെയാണ് വരിക. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാട്ട് മെറ്റീരിയൽ ഈസ് പ്ലേറ്റിംഗ് ഓൺ ബോർ ഓഫ് അലുമിനിയം അലോയ്സ് സിലിണ്ടർ ബ്ലോക്സ് ടു ഒബ്റ്റെയിൻ എ വിയർ റെസിസ്റ്റന്റ് സർഫസ്? ക്രോമിയം, സിലിക്കൺ, അലുമിനിയം. ഏതാണ്? അതെ, ക്രോമിയാണ് നമ്മൾ വിയർ റെസിസ്റ്റൻസിന്, തേയ്മാനം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുള്ളത് ക്രോമിയം പ്ലേറ്റിംഗ് ആണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഈ ഒരു പോർഷനിൽ നമ്മൾ ഈ ബോർ എന്ന് പറയുന്നത് ഇന്നർ ഡയമീറ്റർ ഓഫ് എ സിലിണ്ടർ എന്ന് പറയും. ഈ ഒരു ഇതിൽ നമ്മൾ ക്രോമിയം പ്ലേറ്റിംഗ് നടത്തും. അത് ചില സമയത്ത് നമ്മൾ അലുമിനിയത്തിന്റെ കേസിലാണെങ്കിലും നമ്മൾ ചെയ്യാറുണ്ട്. ഇനിയിപ്പോ കാസ്റ്റ് അയണിന്റെ ലൈനർ വെച്ച് കഴിഞ്ഞാലും നമ്മൾ ചെയ്യാറുണ്ട്. ക്രോമിയം പ്ലേറ്റിംഗ് എപ്പോഴും ചെയ്യുന്നത് നല്ലതാണ്. അപ്പൊ ക്രോമിയം പ്ലേറ്റിംഗ് ചെയ്യുന്നതിലൂടെ വിയർ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ആ ഒരു പ്രോപ്പർട്ടി നമുക്ക് വളരെ നല്ല രീതിയിൽ കൂട്ടിയെടുക്കാൻ സാധിക്കും. പല സ്ഥലങ്ങളിലും ചെയ്യാറുണ്ട്, എഞ്ചിനിലും നമ്മളത് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. 8ാമത്തെ ക്വസ്റ്റ്യൻ. സിലിണ്ടർ ബ്ലോക്ക് കൺസ്ട്രക്ഷൻ ബൈ മോണോ ബ്ലോക്ക് ഈസ് പ്രിഫേർഡ് ടു ഇൻഡിവിജ്വൽ എഞ്ചിൻ കൺസ്ട്രക്ഷൻ ബിക്കോസ് ഓഫ്. ഇത് നമ്മൾ നേരത്തെ കണ്ട ക്വസ്റ്റ്യനിൽ നിന്ന് ചെറിയൊരു വ്യത്യാസമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. മറ്റൊരു ക്വസ്റ്റ്യൻ 2016 അതാണ് കോമ്പാക്ട് എഞ്ചിൻ സൈസ്. ആ ഓപ്ഷനിൽ അത് വന്നിട്ടുണ്ടായിരുന്നു. സ്റ്റിഫ് ആൻഡ് കമ്പൈൻഡ് സ്ട്രക്ചർ, ഈ പോയിന്റുകളാണ് ശ്രദ്ധിക്കേണ്ടത്. ഈസി മാനുഫാക്ചറിങ് ഓഫ് ഓപ്പറേഷൻ. അതിൽ എക്സ്ട്രാ വന്നത് ഈ ഒരു പോയിന്റാണ്, ബി. സ്റ്റിഫ് ആൻഡ് കമ്പൈൻഡ് സ്ട്രക്ചർ. അവിടെ പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ? ഏതാ ഓർമ്മ ഉണ്ടാവും? വാട്ടർ ജാക്ക്, ലീക്ക്. അതെ. അപ്പൊ അതിൽ നിന്ന് നമുക്ക് 4 പോയിന്റ് കിട്ടി. ലീക്ക് പ്രൂഫ് ആയിരുന്നു എന്ന് പറഞ്ഞായിരുന്നു. പിന്നെ പറഞ്ഞ പോയിന്റുകൾ ഇത് തന്നെയാണ്. കോമ്പാക്ട് എഞ്ചിൻ സൈസ് കോമ്പാക്ട് ആക്കാൻ പറ്റും, അതുപോലെ തന്നെ ഈസി മാനുഫാക്ചറിങ് ആണ്.
അപ്പൊ ഈ രീതിയിൽ ചിലപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചെറിയ മാറ്റമുള്ളൂ. പക്ഷെ ഇത് നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ആ 2 ക്വസ്റ്റ്യനും കൂടി നോക്കി കഴിഞ്ഞാൽ നമുക്ക് 4 പോയിന്റ് കിട്ടും. അതാണ് ഇവിടുത്തെ പോയിന്റ് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ കയറ്റിടാൻ തന്നെ കാരണം അതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ ഇത് ഒരേ ക്വസ്റ്റ്യൻ അല്ലേ എന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ നമ്മൾ അങ്ങോട്ട് ഒഴിവാക്കി വിടും. അങ്ങനെ വരുമ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ ഇങ്ങനെ കിടക്കുന്ന ഓപ്ഷൻ ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു എന്ന് വരില്ല. അത് നമുക്ക് പണി തരും. അതാണ്ടാവുക. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് 4 പോയിന്റുകളാണ്. കോമ്പാക്ട് എഞ്ചിൻ സൈസ്, സ്റ്റിഫ് ആൻഡ് കമ്പൈൻഡ് സ്ട്രക്ചർ, ഈസി മാനുഫാക്ചറിങ് ഓപ്പറേഷൻ, അതുപോലെ തന്നെ മറ്റേ ക്വസ്റ്റ്യനിൽ പറഞ്ഞ ലീക്ക് പ്രൂഫ് എന്ന് പറയുന്ന ആ ഒരു പോയിന്റും. അപ്പോൾ ആ രീതിയിലൊന്ന് മനസ്സിലാക്കുക. അടുത്ത അലുമിനിയം സിലിണ്ടർ ബ്ലോക്ക് റിക്വയേഴ്സ് അലുമിനിയം ലൈനേഴ്സ്, കാസ്റ്റ് അയൺ ലൈനേഴ്സ്, ബ്രാസ് ലൈനേഴ്സ്, നോ ലൈനേഴ്സ്. ഇത് നേരത്തെ ചോദിച്ചതേ ക്വസ്റ്റ്യന്റെ മറ്റൊരു വേർഷനാണ്. ഇതിൽ കാസ്റ്റ് അയൺ ലൈനേഴ്സ്. അപ്പൊ കാസ്റ്റ് അയൺ ലൈനേഴ്സ് വരുന്ന സമയത്ത് കുറച്ച് പോയിന്റ്സുകൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ദ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് മെറ്റീരിയൽ ഫോർ സിലിണ്ടർ ലൈനർ ഓഫ് ലൈറ്റ് വെയിറ്റ് അലുമിനിയം അലോയ് എഞ്ചിൻസ് ബ്ലോക്ക് ഈസ് കാസ്റ്റ് അയൺ. അലുമിനിയം വരുന്ന സമയത്ത് നമ്മൾ ആ കാസ്റ്റ് അയൺ യൂസ് ചെയ്യും. ദ റീസൺ ദാറ്റ് കാസ്റ്റ് അയൺ ഈസ് യൂസ്ഡ് ഫോർ ദ ലൈനേഴ്സ്: ലോ കോസ്റ്റ്, ഹൈ വിയർ റെസിസ്റ്റൻസ്, ഹൈ എലിവേറ്റഡ് ടെമ്പറേച്ചർ സ്ട്രെങ്ത്, അതുപോലെ തന്നെ ഹൈ മെൽറ്റിംഗ് ടെമ്പറേച്ചർ. ഇതൊക്കെ കൊണ്ടാണ് കാസ്റ്റ് അയൺ എന്ന് പറയുന്നത് നമ്മൾ നിലവിൽ ഒരു ലൈനറായിട്ട് യൂസ് ചെയ്യാനുള്ള കാരണം. അപ്പൊ ഈ പോയിന്റ്സുകൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. ഈ ക്വസ്റ്റ്യൻ നിലവിൽ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് ഈ പോയിന്റുകളാണ് പ്രധാനം ഇവിടെ. അപ്പൊ ഈ പോയിന്റ്സുകൾ എന്ത് ചെയ്യുക, ഒന്ന് ശ്രദ്ധിക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ: ദ ഫിൻസ് അറ്റ് ദ ടോപ്പ് ഓഫ് മോട്ടോർ സൈക്കിൾ എഞ്ചിൻ സിലിണ്ടർ ആർ ലാർജർ ദാൻ ദോസ് ഓഫ് അറ്റ് ദ ബോട്ടം. MVA 2004 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ബി. ഏതാണ്? ഓപ്ഷൻ ബി. ഗോസ് അപ്പ് അല്ല, ടോപ്പ് ഓഫ് ദ എഞ്ചിൻ ഈസ് ദ ഹോട്ടസ്റ്റ് പാർട്ട്. ഇതാണ് അതിന്റെ ആൻസർ എന്ന് പറയുന്നത്. കാരണം ഇവിടെയാണ് കമ്പഷൻ നടക്കുക, കമ്പഷൻ പ്രോസസ്സ് ഇവിടെയാണ് നടക്കുക, ബ്ലാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഇവിടെ നടക്കുക. സോ ഓട്ടോമാറ്റിക്കലി ഇവിടെ ആയിരിക്കും ഹീറ്റ് എന്ന് പറയുന്നത് കൂടുതലായിട്ട് വരുന്ന സ്ഥലം എന്ന് പറയും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തുള്ള ഫിൻസുകൾ കുറച്ച് നീളം കൂട്ടി കൊടുക്കുന്നുണ്ടായിരിക്കും. സോ ഫിൻസുകൾ കൊടുക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ്? ഫിൻസ് എന്തിനു വേണ്ടിയിട്ടാണ്? ഏരിയ കൂട്ടാൻ വേണ്ടിയിട്ട്. അതെ, ഏരിയ കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഫിൻസ്. ഏരിയ കൂട്ടുക എന്നുള്ളതാണ് ഫിൻസ്. അപ്പൊ കൂടുതൽ ഏരിയ കിട്ടുമ്പോൾ ഹീറ്റിന് കൂടുതൽ ദൂരം ട്രാവൽ ചെയ്യാൻ സാധിക്കും. അതുവഴി എന്ത് ചെയ്യാൻ പറ്റും? എയർ വന്നിട്ട് എയറിന് ഹീറ്റിനെ എടുത്ത് അങ്ങോട്ട് അറ്റ്മോസ്ഫിയറിലേക്ക് ഡിസിപ്പേറ്റ് ചെയ്ത് കൊണ്ടുപോകാനും സാധിക്കും. അപ്പോൾ ഫിൻസുകൾ എന്ന് പറയുന്നത് ടോപ്പ് പോർഷൻ നോക്കിക്കഴിഞ്ഞാൽ അവിടെ കൂടുതലായിട്ട് ലാർജറായിട്ട് വരും. താഴത്തേക്ക് വരുന്നതിനനുസരിച്ച് ഫിൻസുകളുടെ ആ ഒരു ഇങ്ങനെ കുറഞ്ഞു വരും. അതിന്റെ കാരണം എന്ന് പറയുന്നത് ടോപ്പ് പോർഷൻ എന്ന് പറയുന്നത് ഹോട്ടസ്റ്റ് പോർഷൻ ആണ് എന്നുള്ളതാണ്.